ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 40. 3/7/1987. യേശുവേ, ഞാനാണ്. പ്രിയപ്പെട്ടവളെ, ഇലകളിൽ പതിക്കുന്ന മഞ്ഞുതുള്ളികളെപ്പോലെ പ്രചോദനങ്ങൾ എന്നിൽ നിന്നാണ് വരുന്നത്. നിന്നോട് വിശ്വസ്തത പാലിക്കുമെന്നുള്ള ഒരു ഉടമ്പടി ഞാൻ ഉണ്ടാക്കിയിരുന്നു. നീയും എന്നോട് വിശ്വസ്തത പാലിക്കുന്നതിനുള്ള കരുതലുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. വസൂല, എനിക്ക് വേണ്ടി നീ എൻ്റെ സഭയെ ഐക്യപ്പെടുത്തുമോ? ഞാൻ നിന്റെ മുന്നിലുണ്ട്. ഞാൻ തന്നെയാണ് നിനക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത്. നീ എന്നെ അനുഗമിച്ചാൽ മാത്രം മതി. എന്റെ എല്ലാ സഭാവിഭാഗങ്ങളും പരസ്പരം ഐക്യപ്പെടുന്നതിനു വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പുരോഹിതന്മാർ ഞാൻ ഭൂമിയിലായിരുന്നപ്പോഴുള്ള എന്റെ പ്രവർത്തന ശൈലിയും എന്റെയും എന്റെ ശിഷ്യന്മാരുടെയും ലാളിത്യവും ആദിമ ക്രിസ്ത്യാനികളുടെ എളിമയും വിശ്വസ്തതയും ജീവിതത്തിൽ പകർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വരൂ, എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും ആഴമേറിയതും തീക്ഷ്ണവുമായ ആഗ്രഹങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. കുഞ്ഞെ, അവ നിന്റെ മേൽ ആലേഖനം ചെയ്യുവാൻ എന്നെ അനുവദിക്കുക. യഥാർത്ഥത്തിൽ എനിക്ക് നിരാശ തോന്നുന്നു. ദൈവം എന്നോട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. എന്നാൽ അവിടുന്ന് ആവശ്യപ്പെടുന്നത് ചെയ്യുവാൻ കഴിയാതെ ഞാൻ തളർന്നിരിക്കുന്നു. ദൈവം എന്നോട് ആവശ്യപ്പെടുന്നുവെന്നും ഞാൻ പ്രവർത്തിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി. ആർക്കും സഭകളുടെ ഐക്യത്തെക്കുറിച്ച് കാര്യമായി ഒന്നും അറിയാത്തതുകൊണ്ട് യാതൊന്നും സംഭവിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന വിധം പ്രവർത്തിക്കാതെ ഞാൻ അവിടുത്തെ ദുഃഖിപ്പിക്കുകയും ധിക്കരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. യേശുവേ, ഏതാണ്ട് 100-ലധികം ആളുകൾക്ക് ഈ സന്ദേശങ്ങളുടെ കോപ്പികൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അപര്യാപ്തമാണ്. ഞാനാണ് സമാധാനത്തിൽ വസിക്കുക. എന്റെ സഭയെ ഞാൻ പുനരുദ്ധരിക്കും. വസൂല, എന്റെ വചനങ്ങൾ നിന്നിൽ ആലേഖനം ചെയ്യുവാൻ എന്നെ അനുവദിക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുക. എന്റെ സഭയെ ഐക്യപ്പെടുത്തുന്നത് എന്റെ ദൗത്യമാണ്. നീ എന്റെ ദൗത്യവാഹക മാത്രമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്റെ സഭയെ പുനരുദ്ധരിക്കുക, എന്റെ സഭയെ ഐക്യപ്പെടുത്തുക എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഇത് നിന്നെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. നീ ക്രമേണ പഠിക്കും. എന്റെ പ്രവർത്തന രീതികൾ നീ ഇതിനോടകം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. പൂവ് കർത്താവേ, കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നീ കാത്തിരിക്കുക, നീ മനസ്സിലാക്കും. എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കുവാനുണ്ട്. സമാശ്വാസത്തിനു വേണ്ടി നീ എന്റെ അടുക്കൽ വരാതിരുന്നത് എന്തുകൊണ്ടാണ്? അതെ, അത് തന്നെ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ യേശു എനിക്കൊരു ദർശനം നൽകി. അതൊരു കുട്ടിയുടെയും മാതാവിന്റെയും കഥയാണ്. വർഷങ്ങളോളം ഒരു മാതാവിന് അവളുടെ കുട്ടിയെ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് കുട്ടിയെ കണ്ടുകിട്ടിയപ്പോൾ വളരെ സന്തോഷത്തോടെ കുട്ടിയെ അത്യധികം സ്നേഹിച്ചു വേണ്ടതെല്ലാം നൽകി. കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മാതാവിന്റെ അടുക്കൽ ചെല്ലാം എന്ന് പറഞ്ഞു കൊടുത്തു. എങ്കിലും ഏറെ നാൾ മാതാവിന്റെ അടുക്കിൽ നിന്നും മാറി നിന്നിട്ടുള്ള കുട്ടിക്ക് മാതാവിന്റെ ഈ അത്യധികമായ സ്നേഹമൊന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. തന്റെ മാതാവാണിതെന്നു പോലും കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. ദർശനത്തിൽ കാണുന്നത് വീണ്ടും ദുരിതങ്ങളാൽ വേദനിക്കുന്ന കുട്ടിയെയാണ്. മാതാവ് തന്നെ ആശ്വസിപ്പിക്കാനുണ്ടെന്ന കാര്യം പോലും കുട്ടി മറന്നുപോയി. ദുരിതങ്ങളാൽ പ്രയാസപ്പെടുന്ന കുട്ടി കരഞ്ഞുകൊണ്ട് വീടിന് ചുറ്റും നടക്കുന്നു. മാതാവിനെ പരിഗണിക്കുന്നതേയില്ല. ദുരിതങ്ങളാൽ വലയുന്ന കുട്ടിയെ കണ്ട് മാതാവ് വളരെ ദുഃഖിക്കുന്നു. തന്റെ അടുക്കിലേക്ക് ആശ്വാസത്തിനായി വരുവാൻ മടിക്കുന്ന കുട്ടിയെ കണ്ട് മാതാവ് വേദനിക്കുന്നു. ദർശനത്തിൽ കണ്ട കുട്ടി ഞാനും മാതാവ് യേശുവുമായിരുന്നു. എന്റെ നിരാശയുടെ പശ്ചാത്തലത്തിലാണ് എനിക്ക് ഈ ദർശനം ലഭിക്കുന്നത്. ദൈവത്തിന്റെ സന്ദേശങ്ങൾ എനിക്ക് ലഭിച്ചിട്ടും എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ലെന്നുള്ള നിരാശ നിറഞ്ഞ ചിന്തകൾ മറക്കുവാൻ ഞാൻ ഉറങ്ങുവാൻ പരിശ്രമിച്ചിരുന്നു. യേശുവിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചെങ്കിലും യേശുവിനെ അഭിമുഖീകരിക്കുവാൻ ഞാൻ ശങ്കിച്ചു. പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്റെ സമാശ്വാസകനാണ്. നിന്റെ ശിരസ് എന്റെ മേൽ ചാരി ആശ്വസിച്ചുകൊള്ളുക. നിന്നെ തലോടുവാനും നിന്റെ വേദനയിൽ നിന്നെ ആശ്വസിപ്പിക്കുവാനും എന്നെ അനുവദിക്കുക. നിന്റെ ചെവികളിൽ എന്റെ വചനങ്ങൾ പറഞ്ഞു തരുവാൻ എന്നെ അനുവദിക്കുക. എന്റെ ഹൃദയത്തിനുള്ളിൽ നിനക്കൊരു സ്ഥലമൊരുക്കിയിട്ടുണ്ട്. മറ്റിടങ്ങളിൽ സമയം പാഴാക്കി കളയാതെ നിനക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു ചേരുക. എനിക്കതിന് കഴിയുന്നില്ല. ഞാൻ നിന്നെ പൊക്കിയെടുത്ത് നിനക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ നിന്നെ താമസിപ്പിക്കും. 7/7/1987.
സ്വിറ്റ്സർലൻഡ്. വസൂല, നീ കഠിന പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കും. എന്റെ സാന്നിധ്യം മറക്കാതിരിക്കുക. ഞാൻ നിന്റെ സമീപത്തുണ്ട്. എന്റെ സ്വർഗീയ പ്രവൃത്തികളിൽ വിശ്വസിക്കുക എന്നതും ഞാൻ നൽകുന്ന ഒരു കൃപ തന്നെയാണ്. എന്റെ പ്രവൃത്തികൾ നിന്റെ ദൃഷ്ടിയിൽ തികച്ചും പതിവില്ലാത്ത ശൈലിയായി തോന്നും. ഞാൻ ദൈവമാണ്. എന്നെ ആരുമായിട്ടാണ് നിനക്ക് താരതമ്യം ചെയ്യുവാൻ കഴിയുന്നത്? എന്റെ പ്രവൃത്തികളെ എന്തുമായിട്ടാണ് താരതമ്യം ചെയ്യുവാൻ കഴിയുന്നത്? വസൂല, എന്റെ പുരോഹിതന്മാരിൽ അനേകം പേർ എന്റെ അടയാളങ്ങളെയും പ്രവൃത്തികളെയും നിഷേധിക്കുന്നത് കാണുമ്പോൾ, ഞാൻ ലോകത്തിൽ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ പ്രത്യേകം കൃപാവരം നൽകിയിട്ടുള്ളവരെ അവർ അവിശ്വസിക്കുന്നത് കാണുമ്പോൾ ഞാൻ വളരെയധികം വേദനിക്കുന്നു. അവർ അറിയാതെ തന്നെ എന്റെ ശരീരമായ സഭയെ നശിപ്പിക്കുകയാണ്. അവർ എന്റെ പ്രവൃത്തികളെ അവിശ്വസിക്കുന്നത് വഴി ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുന്നതിന് പകരം അതിനെ മരുഭൂമിയാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികളെ അവർ നിഷേധിക്കുന്ന തക്കതായ കാരണങ്ങൾ ഉണ്ടാകാം. ആത്മീയമായി അവർ മരിച്ചിരിക്കുന്നു. അവർ തന്നെ മരുഭൂമികളാണ്. അവർ സ്വയം സൃഷ്ടിച്ച ഈ വലിയ മരുഭൂമിയിൽ അവർ ഒരു പുഷ്പത്തെ കാണുന്ന മാത്രയിൽ തന്നെ അവർ ഓടിച്ചെന്ന് അതിനെ ചവിട്ടി ഞെരിച്ച് നശിപ്പിക്കുന്നു. എന്തുകൊണ്ടാണിത്? എന്തുകൊണ്ടാണെന്നോ, അവരുടെ ഈ മരുഭൂമിക്ക് ചേർന്നതല്ല ഈ പുഷ്പം. അവരുടെ മരുഭൂമി വരണ്ടതായി തന്നെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് അവർ ഉറപ്പുവരുത്തുന്നു. അവരിൽ ഞാൻ യാതൊരു വിശുദ്ധിയും കാണുന്നില്ല. ഒന്നും തന്നെയില്ല. എനിക്ക് വേണ്ടി എന്ത് നൽകുവാൻ അവർക്ക് കഴിയും? സംരക്ഷണം. കർത്താവെ, അങ്ങയുടെ വചനം വികലമാക്കപ്പെടാതിരിക്കുവാനുള്ള സംരക്ഷണം നൽകുവാൻ അവർക്ക് കഴിയും. ഇല്ല, അവർ എന്നെ സംരക്ഷിക്കുന്നില്ല. അവർ എന്നെ ദൈവമായി അംഗീകരിക്കുന്നില്ല. അവർ എന്റെ അനന്തമായ സമ്പത്തിനെ നിഷേധിക്കുന്നു. അവർ എന്റെ സർവശക്തിയെ തന്നെ നിഷേധിക്കുന്നു. അവർ അവരോട് തന്നെയാണ് എന്നെ താരതമ്യപ്പെടുത്തുന്നത്. അവർ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? അവർ നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അവർ എനിക്കുള്ള പീഡകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. അവർ ആത്മീയ മന്ദത വർദ്ധിപ്പിക്കുന്നു. അവർ എന്നെ സംരക്ഷിക്കുന്നില്ല. അവർ എന്നെ പരിഹസിച്ച് നിന്ദിക്കുകയാണ്. അവരുടെ തിരസ്കരണം കണക്കിലെടുക്കാതെ അവർ എന്റെ ആടുകളെ സഹായിച്ചുകൊണ്ട് അവയെ പരിപോഷിപ്പിക്കുവാൻ അവർക്ക് കഴിയേണ്ടതിന് ഞാൻ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ തിരസ്കരണം കണക്കിലെടുക്കാതെ അവർ എന്റെ ആടുകളെ സഹായിച്ചുകൊണ്ട് അവയെ പരിപോഷിപ്പിക്കുവാൻ അവർക്ക് കഴിയേണ്ടതിന് ഞാൻ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. വസൂല, എന്നെ സ്നേഹിക്കുക. എന്നെ ഒരിക്കലും നിഷേധിക്കാതെ എന്നെ ബഹുമാനിക്കുക. കർത്താവെ, ഞാൻ ഒരിക്കലും അങ്ങയെ നിഷേധിക്കുകയില്ല. കർത്താവെ, ഞാൻ മരിക്കേണ്ടി വന്നാൽ പോലും ഈ സന്ദേശങ്ങളെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. എന്റെ മാധുര്യമുള്ള മീറയെ, എന്റെ സാക്ഷ്യമേ, എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. നീ എന്റെ ബലിപീഠമായി തീരുക. എനിക്ക് നിന്നിലൂടെ പ്രവർത്തിക്കുവാൻ കഴിയേണ്ടതിന് ചെറുതായി നിലകൊള്ളുക. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ പിതാവേ, അങ്ങയുടെ ആടുകളെ ഐക്യപ്പെടുത്തണമേ. അവയെ വീണ്ടും ഒന്നിച്ചു കൊണ്ടുവരണമേ. അവരുടെ വരണ്ട അവസ്ഥയെക്കുറിച്ച് അവ മനസ്സിലാക്കുവാൻ അങ്ങ് അവയെ ഇടയാക്കണമേ. അവയോട് ക്ഷമിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അവയെ രൂപപ്പെടുത്തിയെടുക്കണമേ. അങ്ങയുടെ വഴികളെപ്പറ്റി അവയെ ഓർമ്മപ്പെടുത്തണമേ. എല്ലാ മഹത്വവും അങ്ങയുടെ പരിശുദ്ധ തിരുനാമത്തിന് എപ്പോഴും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തെ ഓർത്ത് എനിക്ക് സങ്കടം തോന്നി. പ്രിയപ്പെട്ടവളെ, ലോകത്തെ ഓർത്തും അതിന്റെ അവസ്ഥയെ ഓർത്തും ദുഃഖിക്കുക. 8/7/1987. കർത്താവെ, ഒരിക്കൽ ഒരു പുരോഹിതൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു: യേശു മരിച്ചടക്കപ്പെട്ടതിന് ശേഷം അവിടുത്തെ ശരീരം വായുവിൽ ലയിച്ചു ചേർന്നതുകൊണ്ടാണ് അവിടുത്തെ ശരീരം അപ്രത്യക്ഷമായതെന്ന്. വേറൊരു വിധത്തിൽ ഈ പുരോഹിതൻ അങ്ങയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. വസൂല, അവർ എന്റെ വചനത്തെ വളച്ചൊടിക്കുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റു. ഞാൻ വായുവിൽ ലയിച്ചു ചേർന്നിട്ടില്ല. എന്റെ ശരീരം ഉയർത്തെഴുന്നേറ്റു. കർത്താവെ, അങ്ങ് എന്നോട് പ്രതീകങ്ങളിലൂടെ സംസാരിക്കുകയാണോ? അതോ അങ്ങ് യഥാർത്ഥത്തിൽ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെയാണോ എന്നോട് പറയുന്നത്? കുഞ്ഞെ, ഞാൻ വാച്യാർത്ഥത്തിൽ തന്നെയാണ് നിന്നോട് സംസാരിച്ചത്. എന്റെ ശരീരം ഉയർത്തെഴുന്നേറ്റു. മാനുഷിക ചിന്തകളെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി എന്റെ വചനങ്ങളെ വളച്ചൊടിക്കുന്നത് അവസാനിപ്പിക്കാൻ അവരോട് പറയുക. ഞാൻ സർവശക്തനാണ്. പിന്നീട്, കർത്താവെ, ഞാൻ അങ്ങയുടെ പദ്ധതികളെ താമസിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാനാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നീ എങ്ങനെയാണ് എന്നെ താമസിപ്പിക്കുന്നത്? പാപങ്ങളാൽ തടസ്സപ്പെടുത്തുമ്പോൾ കൂടെ കൂടെ പശ്ചാത്തപിക്കുവാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടും.
ഞാൻ നിന്റെ പാപങ്ങൾ നിനക്ക് ചൂണ്ടിക്കാണിച്ചു തരും. നീ നിർമ്മലയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 9/7/1987. എന്റെ ദൈവമേ, ഞാനാണ്. വസൂല, എന്റെ അനേകം രഹസ്യങ്ങൾ നിന്നിൽ നിന്നും മറഞ്ഞിരിപ്പുണ്ട്. ഞാൻ ഇതിനോടകം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഏതാനും രഹസ്യങ്ങൾ പോലും മാനുഷികമായി മാത്രം അവർ കണക്കാക്കുന്നു. അവയെ അവർ ഗ്രഹിക്കുന്നില്ല. ഒന്നുകിൽ ഈ രഹസ്യങ്ങൾ അവഗണിക്കപ്പെടുന്നു, അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്റെ പ്രവൃത്തികളെ മാനുഷിക പ്രവൃത്തികളുമായി എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്നത്? ശാസ്ത്രത്തെ സ്വർഗീയ പ്രവൃത്തികളുമായി താരതമ്യം ചെയ്യുവാൻ കഴിയുകയില്ല. ഇത് എന്നെ മനുഷ്യനോട് താരതമ്യം ചെയ്യുന്നത് പോലെയാണ്. ശരിയാണ്, എന്റെ പ്രവൃത്തികൾ യാഥാസ്ഥിതികമല്ലാത്തതായി നിനക്ക് തോന്നുന്നു. എന്നാൽ എന്റെ പുരോഹിതന്മാർ എന്റെ പ്രവൃത്തികളെ സംശയിക്കുന്നതും അവ വിശ്വസിക്കുവാൻ അവർ വിസമ്മതിക്കുന്നതും എന്നെ ഉയർത്തിക്കാട്ടുന്നതിനു പകരം അവർ എന്നെ താഴ്ത്തി കാണിക്കുന്നതും എന്നെ അത്യധികം വേദനിപ്പിക്കുന്നു. എന്റെ സൃഷ്ടി വരണ്ട, ഫലഭൂയിഷ്ടമല്ലാത്ത, സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്ന മരുഭൂമിയായി തീർന്നിരിക്കുന്നു. എന്റെ അജഗണങ്ങൾക്ക് നൽകുവാനായിട്ട് എന്റെ പുരോഹിതന്മാരുടെ കൈവശം യാതൊന്നുമില്ലാത്തപ്പോൾ എന്തു ഭക്ഷിച്ചാണ് എന്റെ ആടുകൾ ജീവിക്കേണ്ടത്? 10/7/1987. എന്റെ പുഷ്പമേ, എന്റെ ശരീരവുമായി ഒന്നിക്കുക. മരുഭൂമിയിൽ ജീവിക്കുന്നത് കഠിനമാണ്. എന്നാൽ ഞാൻ എപ്പോഴും എന്റെ നീരുറവയിലേക്ക് നിന്നെ നയിക്കുകയും നിന്റെ ദാഹം ശമിപ്പിക്കുകയും നിനക്ക് വിശ്രമവും അഭയവും നൽകുകയും ചെയ്യും. മകളെ, നീ എനിക്ക് വേണ്ടി ബലിയായി തീരുക. യാതൊന്നും വൃഥാവിലാവുകയില്ല. എന്നെ മുറുകെ പിടിച്ചുകൊള്ളുക. നീ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒന്നിച്ചാണ് ഈ മരുഭൂമി കുറുകെ കിടക്കുന്നത്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന എന്റെ സുപ്രധാന കൽപ്പന നിന്റെ മേൽ മുദ്രണം ചെയ്യുവാൻ എന്നെ അനുവദിക്കുക. എന്നാൽ കർത്താവേ, ഇത് പുതിയ കൽപ്പന അല്ലല്ലോ. അങ്ങിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ കൽപ്പന പാലിക്കുന്നുണ്ടോ? ഓരോ പുരോഹിതനും ഈ കൽപ്പന പാലിക്കുവാൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. എന്റെ അനന്തമായ സ്നേഹത്തിൽ നിന്ന് കോരിയെടുക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും അവർ പഠിക്കട്ടെ. വസൂല, എന്നെ തൊട്ടു നോക്കുക. എന്റെ ശരീരം ആസകലം വെട്ടിമുറിച്ചിരിക്കുന്നു. എന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. വലിയ ഒരു ആഗ്രഹം ഞാൻ ഇനിയും നിന്നോട് പറയുവാനിരിക്കുന്നതേയുള്ളൂ. വസൂല, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ നീ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ നിനക്ക് ജ്ഞാനം നൽകിയിട്ടുണ്ട്. പരിധിയില്ലാത്ത വിധം ഞാൻ എന്റെ സൃഷ്ടിയെ സ്നേഹിക്കുന്നു. എന്റെ ദൈവമേ, അങ്ങയുടെ ആഗ്രഹം ഇതാണെങ്കിൽ നിശ്ചയമായും അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകും. കുറേശ്ശെ കുറേശ്ശെ നീ മനസ്സിലാക്കും. ഞാൻ നിസ്സഹായയായി. ഞാൻ എന്തോ ഒരു കാര്യം യേശുവിനോട് പറഞ്ഞു. എനിക്കറിയാം, എന്നാൽ ഞാൻ ഇതുവരെ നിന്നെ വഴി നയിച്ചിട്ടില്ലയോ? ഞാൻ നിനക്ക് ദർശനങ്ങൾ നൽകും. അവ നീ എഴുതിയെടുക്കണം. വേദന സഹിക്കുന്ന നിന്റെ ദൈവത്തോടൊപ്പം നീയും നിലകൊള്ളുക. സൃഷ്ടിയെ, എന്റെ സൃഷ്ടിയെ, ഇന്ന് നിങ്ങളുടെ ദൈവമായി എന്നെ നിഷേധിക്കുന്നു. എന്നാൽ നാളെ നിങ്ങൾ എന്നെ സ്തുതിക്കുകയും എന്നെ ആരാധിക്കുകയും എന്നെ ആഗ്രഹിക്കുകയും ചെയ്യും. വരൂ വസൂല, ഞാൻ ആരാണെന്ന് ഒരിക്കലും മറക്കരുത്. എന്നെ മുറുകെ പിടിച്ചുകൊള്ളുക. ഇന്നലത്തെ പോലെ എന്നെ വിളിക്കുക. ഞാൻ നിന്റെ അടുക്കിലേക്ക് ഓടിയെത്തും. ഞങ്ങളുടെ പുതിയ ഫ്ളാറ്റിൽ രാത്രി 10 മണിക്ക് പ്രധാന കവാടം പൂട്ടിയിരിക്കും. കഴിഞ്ഞ രാത്രി ഞങ്ങൾ പുറത്തുപോയപ്പോൾ പ്രധാന കവാടത്തിന്റെ താക്കോൽ എടുക്കുവാൻ മറന്നുപോയി. തിരിച്ചു വന്നപ്പോൾ 10 മണി കഴിഞ്ഞതിനാൽ അകത്തു കടക്കുവാൻ കഴിയാതെ പുറത്തു നിൽപ്പായി. ഞാൻ വാതിൽക്കൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഓ എന്റെ ദൈവമേ, വാതിൽ അടച്ചിരിക്കുകയാണ് എന്ന് പറയാതെ അതെനിക്ക് തുറന്നു തരണമേ. ആ നിമിഷം തന്നെ ഫ്ളാറ്റിൽ താമസിക്കുന്ന മറ്റൊരാൾ അകത്തു കടക്കാനായി അവിടെ എത്തുകയും അങ്ങനെ വാതിൽ തുറക്കുവാൻ ഇടയാവുകയും ചെയ്തു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നെ തീക്ഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും എന്നെ ആദരിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളിൽ പലരും എന്നെ മറന്നുകൊണ്ട് അത് ഭാഗ്യം കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയും. എന്റെ ശബ്ദാവലിയിൽ ഭാഗ്യം എന്നൊരു വാക്കില്ല. സൃഷ്ടിയെ, ഞാനാണ് നിങ്ങളെ സഹായിക്കുന്നത്. 11/7/1987. അനുതപിക്കുക. എന്റെ ദൈവമേ, എന്നെ കരുതുന്നതിന് നന്ദി. ഞാൻ അനുതപിച്ചു. പ്രിയപ്പെട്ടവളെ, എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. എന്റെ കരുണ ഇപ്രകാരമാണ്. ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നതിനു മുമ്പ് ശരിക്കും നോക്കുവാൻ ഞാൻ നിന്നെ പഠിപ്പിക്കാം. ജാഗ്രതയുള്ളവളായിരിക്കുക. എല്ലാറ്റിലും ഉപരിയായി എന്നെ പരിഗണിക്കുക. പുഷ്പമേ, എന്റെ പ്രകാശത്തിൽ നിന്ന് നിന്റെ മുഖം തിരിച്ചു കളയരുത്. എന്നെ നോക്കുക. നിന്റെ മുഖം എന്നെ കാണട്ടെ. സമൃദ്ധമായി വളരുക.
ഞാൻ ദുർബലയാണ്. അങ്ങയുടെ കുരിശ് വഹിക്കുന്നത് ചിലപ്പോൾ വലിയ ഭാരമായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. എന്റെ സാക്ഷിയെ എന്നോട് ഐക്യപ്പെട്ട ഒന്നായി തീരുക. നമുക്കൊന്നിച്ച് എന്റെ സഭയെ പുനരുദ്ധരിക്കാം. 12/7/1987. വസൂല, നീ മനസ്സിലാക്കുന്നത് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ യഥാർത്ഥമായി ദൈവത്തോടു കൂടിയാണെന്നും അവിടുന്ന് ഈ വിധത്തിൽ എനിക്ക് സന്ദേശം നൽകുന്നുവെന്നും ചില സമയങ്ങളിൽ എനിക്ക് യഥാർത്ഥമായി അനുഭവപ്പെടുകയും അപ്പോൾ എന്റെ ഹൃദയം ആനന്ദത്താൽ തുള്ളുകയും ചെയ്യുന്നു. എന്നാൽ മറ്റു ചില സമയങ്ങളിൽ പൂർണ്ണമായി ഈ അനുഭവം ഉണ്ടാകുന്നില്ല. കർത്താവെ, അങ്ങ് ഇതറിയുന്നുണ്ടോ? അതെ, ഞാൻ നന്നായി അറിയുന്നുണ്ട്. വസൂല, നീ ജുവാനെ ഓർക്കുന്നില്ലേ? നമ്മൾ അവനെ എന്നോട് ഐക്യപ്പെടുത്തും. എന്റെ ദൈവമേ, ഞാനാണ്. അങ്ങ് ജുവാനെ കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ടല്ലോ. അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവനെ എന്റെ അടുക്കൽ എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവനെ നയിക്കുവാനും വലിയ ശുശ്രൂഷനാക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. വസൂല, എനിക്ക് വേണ്ടി അവൻ എന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യും. കർത്താവെ, എന്നാൽ ഇത് അസാധ്യമാണ്. ഒന്നാമത്തെ കാര്യം, അവൻ അങ്ങിൽ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, അവന്റെ ജീവിതത്തിൽ പല ജോലികളുമുണ്ട്. കുഞ്ഞെ, നിന്നെ നയിക്കുന്നത് ആരാണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? എന്റെ ദൈവമേ, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. ഞാൻ സർവത്തിന്റെയും സൃഷ്ടാവാണ്. അവൻ ജുവാൻ വർഷങ്ങളായി എന്നെ തേടുകയായിരുന്നു എന്നുള്ളത് നിനക്കറിയാമോ? അങ്ങനെയായിരുന്നു. ഞാൻ കരുതിയത് അവൻ അങ്ങിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്. അവൻ എപ്പോഴും എന്നിൽ വിശ്വസിച്ചിരുന്നു. എന്നാൽ അവനെ വഴിതെറ്റിച്ചു എന്ന് മാത്രം. ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്നെ കണ്ടെത്തുവാൻ ഞാൻ അവനെ സഹായിക്കുകയും ചെയ്യും. ഞാൻ സ്നേഹമാണ്. സ്നേഹത്തിലേക്ക് അവൻ വരും. എന്റെ സ്നേഹത്താൽ ഞാൻ അവനെ നിറയ്ക്കും. എന്റെ അനുഗ്രഹങ്ങൾ അവനെ പുനരുദ്ധരിക്കും. പ്രിയപ്പെട്ടവളെ, ഇനി നീ വിശ്രമിക്കണം. കർത്താവെ, ഞാൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് അങ്ങയുടെ സന്ദേശങ്ങൾ തുടർന്നും എഴുതണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ തിരുസാന്നിധ്യത്തെ ആദരിക്കുക. കർത്താവെ. 13/7/1987. വസൂല, നീ എന്റെ സന്ദേശവാഹയാകുന്നതിന് ഞാൻ നിന്നെ പഠിപ്പിച്ചതുപോലെ നീ എന്നെ സ്നേഹിക്കണം. നീ ജീവനിലേക്ക് വന്നിരിക്കുന്നു. അവസാനം നീ ഇപ്പോൾ ജീവിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഞാൻ നിന്നെ ഉയർപ്പിച്ചു. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യമോ? സൃഷ്ടിയെ, മറ്റുള്ളവർ ഇനിയും ഉയർപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്റെ സ്നേഹത്തിന്റെ മഞ്ഞുതുള്ളി അവരുടെ മേൽ വീഴും. എന്റെ പ്രകാശം അവരെ ആവരണം ചെയ്യുകയും അവർ ഉയർക്കുകയും ചെയ്യും. സൃഷ്ടിയെ, ഞാൻ നിന്നെ ഉയർപ്പിക്കും. ഞാൻ നിന്നെ ഉയർപ്പിച്ചത് നിന്റെ മഹത്വത്തിനു വേണ്ടിയല്ല. ഞാൻ നിന്നെ ഉയർപ്പിച്ചത് എന്റെ മഹത്വത്തിനു വേണ്ടിയാണ്. അതെ കർത്താവേ. കുഞ്ഞെ, എന്നെ പിതാവേ എന്ന് വിളിക്കുക. അതെ, നീ എന്റെ അരികെ വസിക്കുക. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. 18/7/1987. സ്വിറ്റ്സർലൻഡിൽ എത്തിയതിനു ശേഷം പല അസുഖങ്ങൾ കാരണം എനിക്ക് എഴുതുവാൻ പോലും പ്രയാസമുണ്ട്. ആദ്യം പനി, പിന്നീട് വായുടെ ഉള്ളിൽ അസുഖം, ആഹാരം കഴിക്കുവാൻ പോലും സാധിക്കുന്നില്ല. അതിനുശേഷം ശരീരത്തിന്റെ ഒരു വശത്ത് കുത്തിത്തുളയ്ക്കുന്ന വേദന. ഇതുമൂലം കഴിഞ്ഞ 5 രാത്രികളിൽ എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. കൂടാതെ ചൊടിയിൽ ഒരു ഇൻഫെക്ഷനും ഉണ്ടായി. വരൂ, ഞാൻ നിന്നോട് പറയട്ടെ. ഇതെല്ലാം എന്നിൽ നിന്ന് വരുന്നതാണ്. ഇവയെല്ലാം എന്റെ ശുദ്ധീകരണ മാർഗങ്ങൾ. മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് നീ മനസ്സിലാക്കുക. നീ സഹിക്കേണ്ടി വരുന്ന സമയങ്ങളിലും ഞാൻ നിന്നെ താങ്ങുന്നു. ഞാൻ നിന്നെ സംരക്ഷിക്കുന്നതുകൊണ്ട് നിന്നിൽ യാതൊരു കറയും ഉണ്ടാകുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഗ്രഹിക്കുക. എന്നെ അനുഭവിച്ചറിയുക. നീ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കട്ടെ. എന്നെ ഓർക്കുക. എന്നേക്കാളും ഉപരിയായി യാതൊന്നും നിനക്കുണ്ടാകുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാനാണ് പ്രഥമൻ. നിന്നിലെ ആന്തരിക വ്യക്തിത്വത്തെ നവീകരിക്കുന്നതിലൂടെ അത് സ്വർണം പോലെ ശോഭിക്കും. ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ തിരഞ്ഞെടുത്തതെന്ന് ഇപ്പോൾ ഞാൻ നിന്നോട് പറയാം. അവർണ്ണനീയമായ നിന്റെ നികൃഷ്ടതയും ബലഹീനതയും നിമിത്തമാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. ഞാൻ കരുണയുള്ള ദൈവമാണ്. ഇപ്പോൾ നിനക്ക് നിന്റെ ജോലിയിൽ ഏർപ്പെടാം. എന്നാൽ എപ്പോഴും നിന്റെ മനസ്സിൽ എന്നെ സൂക്ഷിക്കണം. എന്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുകളയുകയില്ല. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നീ എന്റെ അധരങ്ങളെ നോക്കുക. വരൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വരൂ, എഴുന്നേൽക്കൂ, എന്നെ നോക്കുക.
ഞാൻ നിന്റെ സ്വരം കേൾക്കട്ടെ. ശരിയാണ്, കുറച്ചു ദിവസങ്ങളായി പല രാജ്യങ്ങളിലൂടെയും ചുറ്റിക്കറങ്ങിയതുകൊണ്ട് ഞാൻ ദൈവത്തെ അവഗണിച്ചിരുന്നു. മുഴുവൻ ശ്രദ്ധയും ദൈവത്തിന് നൽകുവാൻ സാധിച്ചില്ല. ഇപ്പോൾ കുറച്ചു സമയം കൂടി നിന്നെ ഉപയോഗപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കുക. ഓവ് കർത്താവേ, എന്റെ അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകട്ടെ. കർത്താവേ, ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.